ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മുരിങ്ങയില കഴിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങൾ ചെറുതൊന്നുമല്ല കേട്ടോ. നമ്മുടെ വീടുകളിലെല്ലാം നമ്മൾ ഒരു മുരിങ്ങ മരമെങ്കിലും കാണാതിരിക്കില്ല. അപ്പോൾ ഈ മുരിങ്ങയില നമ്മൾ ആഴ്ചയിൽ 2, 3, 4 ദിവസങ്ങളിൽ നമ്മുടെ ഭക്ഷണത്തിൽ പല രീതിയിൽ നമ്മൾ ഉൾപ്പെടുത്തി കഴിക്കേണ്ടതാണ്. കാരണം ഇത് നല്ല രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ കഴിയുന്നുണ്ട്. കൂടാതെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവെല്ലാം നിയന്ത്രിക്കാനും ക്ഷീണം, തളർച്ച എന്നിവയെല്ലാം അകറ്റാനും കഴിയുന്ന നല്ലൊരു ഭക്ഷണ വസ്തുവാണ് ഈ മുരിങ്ങയില. അപ്പോൾ ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു മുരിങ്ങയിലയുടെ തോരനാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത്. പിന്നെ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. കൂടാതെ പുതിയ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇനി മുരിങ്ങയിലയെല്ലാം ഉതിർത്ത് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട് അരമുറി തേങ്ങ ചിരവിയതിലേക്ക് കുറച്ച് കാന്താരി മുളകും 2 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. എരിവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാന്താരി മുളക് എടുത്തത്. ചുവന്ന മുളക് ഞാൻ ചേർക്കുന്നില്ല. കുറച്ച് ചെറിയ ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. അല്ലാതെ അരഞ്ഞു പോകാതെ തരിതരിപ്പായിട്ട് ഇതുപോലെ അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി ഞാൻ ഒരു സവാളയുടെ പകുതി ഇതുപോലെ പുതിയൊരു ഹാൻഡ് ബ്ലെൻഡർ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലിട്ടിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടുമോ എന്ന്. ശരിക്കും നല്ലപോലെ ചെറിയ പൊടിയായിട്ട് എനിക്ക് സവാള അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി കടായിലേക്ക് എണ്ണ ചൂടാക്കി അതിലേക്ക് അല്പം കടുക് ഇട്ട് പൊട്ടിച്ച ശേഷം ആ പൊടിയായി അരിഞ്ഞ സവാളയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ മുരിങ്ങയിലയിൽ ധാരാളം പ്രോട്ടീനും കാൽസ്യവും അമിനോ ആസിഡുകളും ഇരുമ്പ്, വൈറ്റമിൻ സിയും എയും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും അതുപോലെ സന്ധിവാതങ്ങൾ ഇതെല്ലാം അകറ്റാനെല്ലാം ഈ മുരിങ്ങയില സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇനി സവാള ഒന്ന് വഴന്ന് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ആ മുരിങ്ങയില ഇതുപോലെ ഇട്ട് കൊടുത്ത് ഇനി ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. മുരിങ്ങയില ഇങ്ങനെ ഒന്ന് ചൂടാകുമ്പോൾ തന്നെ ഒന്ന് സോഫ്റ്റായിട്ട് വരുമല്ലോ. അതിനുശേഷം മാത്രം നമുക്ക് ആ അരപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ആ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കാതെ വളരെ സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ ഈ മുരിങ്ങയില ഇലക്കറികളെല്ലാം തന്നെ അങ്ങനെ വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. ഇപ്പം അരപ്പും മുരിങ്ങയിലയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് തോരനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പൂടെ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ സമയത്തെല്ലാം ഫ്ലെയിം വളരെ സിമ്മിലേക്കാക്കി വെക്കാൻ മറക്കരുത്. ഇനി മൂടി വെച്ച് ആ ആവിയിൽ വേണം നമ്മൾ ഇത് വേവിച്ചെടുക്കാൻ. അപ്പോൾ അതിൻ്റെ പോഷകങ്ങളൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് ശരീരത്തിലേക്ക് ലഭിക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊന്നും കൂടെ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ആ ഉപ്പും എല്ലാം ഒന്ന് പിടിച്ചു വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. വീണ്ടും അതുപോലെ തന്നെ മൂടി വെച്ച് ഒരു 1-2 മിനിറ്റ് നേരം നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ആവി അങ്ങ് കയറി വരുമ്പം തന്നെ എല്ലാം നന്നായിട്ട് വെന്ത് വരുന്നതാണ്. ഇനി ഞാൻ മുരിങ്ങയിലെല്ലാം വെന്ത് കഴിഞ്ഞ ശേഷം ഇതിന് നടുവിലൊരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട ഇതുപോലെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. കോഴിമുട്ട ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു നുള്ളു ഉപ്പൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. എഗ്ഗ് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്യാറുണ്ടല്ലോ, അതുപോലെ ഇങ്ങനെ നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കണം. ആ മുട്ട ഒന്ന് സ്ക്രാമ്പിൾഡ് എഗ്ഗായിട്ട് മാറുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇപ്പം എഗ്ഗ് നന്നായിട്ട് സ്ക്രാമ്പിളായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് തോരനുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ മുരിങ്ങയിലയുടെ ടേസ്റ്റിന് നല്ലൊരു വ്യത്യാസം വരും. ചിലർക്കൊന്നും മുരിങ്ങയിലയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ ഇതുപോലെ നമുക്ക് തോരൻ തയ്യാറാക്കി കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഹൃദയത്തിനെ സംരക്ഷിക്കാൻ മികച്ചൊരു ഭക്ഷണമാണ് മുരിങ്ങയില. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശരീരത്തിലെ LDLൻ്റെ അളവ് കൂടുമ്പോഴാണല്ലോ നമുക്ക് ഹൃദയധമനികളിൽ ബ്ലോക്കൊക്കെ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഈ LDL കുറയ്ക്കാൻ ഈ മുരിങ്ങയില വളരെയധികം സഹായിക്കുന്ന ഒരു ഭക്ഷണമാണ്. കൂടാതെ സന്ധിവാതം തടയുന്നതിനും എല്ലുകൾക്ക് ശക്തി നൽകുന്ന കാൽസ്യവും ഫോസ്ഫറസും ഇതെല്ലാം ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങയിലയുടെ എല്ലാ ഗുണവിശേഷങ്ങളും ഞാൻ പറഞ്ഞു തന്നു. അതുപോലെ നല്ലൊരു തോരനും ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി എല്ലാവരും ഇതുപോലെ ഒരു നല്ലൊരു മുരിങ്ങയില തോരൻ തയ്യാറാക്കി കഴിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എല്ലാവരോടുള്ള എൻ്റെ ഹൃദയംഗമായ നന്ദിയും കൂടെ ഞാൻ രേഖപ്പെടുത്തുകയാണ്.
അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.